Hi friends, welcome to Lal Brothers Media. Plus 1 physics improvement videos uploaded unit and measurements dimensions use physical quantity relation derive previous questions type questions okay, type questions questions format example, question viscous force depends on coefficient of viscosity, radius of the ball, velocity. Question viscous force depends on viscous force. Force F depends on a proportional symbol. Depends on proportional symbol. Coefficient of viscosity. Coefficient of viscosity. Symbol eta. Symbol eta. Radius of the ball. Radius letter R. Velocity. Velocity V. Question ഒരു പ്രൊപ്പോർഷൻ ആയി അടുത്ത എന്താക്കണം ഇക്വേഷൻ ആക്കണം നമ്മൾ അങ്ങനെ ഇക്വേഷൻ ആക്കാൻ ചെയ്യുന്നത് ഈക്വൽ ടു കൊടുക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇൻഡു ചെയ്യണം നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയും കേട്ടോ k അതിന്റെ ഡയമെൻഷൻ ഇല്ലേ k പിന്നെ എന്താണ് ഈറ്റ r v ഇവിടെ എല്ലാം പവർ 1 അല്ലേ ഇട്ടുള്ളത് എല്ലാ ഇക്വേഷനിലും ഡിപെൻഡ് ചെയ്യുന്നത് 1 ആവണമെന്നില്ല ചില ഇക്വേഷനിൽ സ്ക്വയർ വരാം Q varam, raised to 4 varam. അതുകൊണ്ട് അത് പവർ എങ്ങനെ ഡിപെൻഡ് ചെയ്യുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പവർ കൊടുക്കുക ഇവിടെ a എന്ന് കൊടുക്കുക ഇവിടെ b എന്ന് കൊടുക്കുക ഇവിടെ c എന്ന് കൊടുക്കുക ഇക്വേഷൻ 1 നമ്മൾ ക്വസ്റ്റ്യനെ ഇക്വേഷൻ ആക്കി എഴുതി എല്ലാത്തിനും പോലെ എഴുതേണ്ടത് ആദ്യം ഫോഴ്സ് ഡിപെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞ പ്രൊപ്പോർഷൻ കൊടുക്കുക ആരേക്ക് നിർത്തി എഴുതുക അടുത്ത് ഈക്വൽ ടു കൊടുക്കണം എന്നിട്ട് എന്ത് കൊടുക്കണം ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എങ്ങനെ ഈക്വൽ ടു കൊടുക്കാൻ പറ്റും എന്നിട്ട് എല്ലാത്തിനും എന്ത് കൊടുക്കണം പവർ കൊടുക്കണം then എന്താ ചെയ്യേണ്ടത് രണ്ട് സൈഡും ഡയമെൻഷൻസ് എടുക്കുക അപ്പോൾ എന്താണ് ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ് അപ്പോൾ രണ്ട് സൈഡ് എന്താ എടുക്കേണ്ടത് ഡയമെൻഷൻ എടുക്കുക ഓക്കെ ഡയമെൻഷൻ നോക്കാം ആദ്യം ഫോഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 18 ഡയമെൻഷൻ ഉണ്ട് അത്രയും ഡയമെൻഷൻ കാണാൻ പഠിച്ചേ പറ്റും വേറെ മാർഗ്ഗമില്ല ഫോഴ്സ് dimension ml t raised to minus 2 equal to k dimensionless ആണെന്ന് പറഞ്ഞു k ക്ക് ഡയമെൻഷൻ ഇല്ല കളഞ്ഞു ഈറ്റ മിക്കവാറും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും കേട്ടോ നമ്മൾ ഈറ്റ പഠിക്കുന്നതാണ് പ്ലസ് 1 ഫ്ലൂയിഡ്സിൽ പഠിക്കുന്നതാണ് പക്ഷെ നമ്മൾ ഇതൊന്നും കാണാൻ പഠിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല അതുകൊണ്ട് മിക്കവാറും ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനിൽ എന്റെ ബാഗിൽ പറഞ്ഞിരിക്കും ഈറ്റയുടെ ഡയമെൻഷൻ ഇന്നതാണെന്ന് പറഞ്ഞിരിക്കും ഓക്കെ ഈറ്റയുടെ ഡയമെൻഷൻ ഇതാണ് ml raised to minus 1 t raised to minus 1 ഈറ്റയുടെ ഡയമെൻഷൻ എഴുതി ദ ഹോൾ റേസ് ടു എന്തുണ്ട് പവർ ഉണ്ട് ആ പവർ അതുപോലെ കൊടുക്കുക അടുത്ത് എന്താ വരുന്നത് r റേഡിയസ് ആണ് ഡയമെൻഷൻ l ആണ് r റേസ് ടു b ഉണ്ട് അപ്പൊ l റേസ് ടു എന്ത് കൊടുക്കുക b കൊടുക്കുക അടുത്ത് എന്താ വരുന്നത് വെലോസിറ്റി ഡയമെൻഷൻ എന്താ വരുന്നത് l t റേസ് ടു മൈനസ് 1 വെലോസിറ്റിക്ക് പവർ ഉണ്ട് റേസ് ടു എന്താണ് c കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടത് അറേഞ്ച് ചെയ്യണം ഇവിടെ എന്തുണ്ട് ml t raised to minus 2 equal to അറേഞ്ച് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലയാണ് എന്താണ് a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to mn അതായത് പവറുകൾ ഇൻഡ്യൂ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ പവർ 1 ആണ് 1 ആയതുകൊണ്ടാ കൊടുക്കാത്തത് നമ്മൾ എന്ത് എഴുതി m എഴുതി 1 into a അപ്പൊ എന്ത് കിട്ടി a അടുത്ത് ഇവിടെ l എഴുതി minus 1 into a minus a ഇവിടെ t എഴുതി minus 1 into a minus a ബാക്കിന് മാറ്റി ഇവിടെ ഒന്നുമില്ല അതുപോലെ എഴുതാം l raised to എന്താണ് b ഇവിടെ എന്താ 1 അല്ലേ വരുന്നത് l 1 into c എന്ത് എഴുതി c എഴുതി ഇവിടെ എന്താണ് t minus 1 into c എന്താണ് minus c അടുത്തൊന്ന് അടിക്കണം ഇവിടെ എന്താ ഉള്ളത് ml t raised to minus 2 ഇവിടെ ഒരു m ഉള്ളൂ ഓക്കേ m raised to a അടുത്ത l എന്താ ചെയ്യേണ്ടത്
നമ്മൾ അടുത്ത ഭാഗം എന്താ അതും പഠിച്ചുള്ള a raised to m എന്ന് പറഞ്ഞാൽ എന്താണ് a raised to m plus n. ബേസ് സെയിം ആണെങ്കിൽ പവറുകൾ ആഡ് ചെയ്യുക അപ്പൊ നമ്മൾ എൽ എഴുതിയ എൽ എവിടെയൊക്കെ ഉണ്ട് ഇവിടെ ഒരു മൈനസ് എ ഉണ്ട് ഇവിടെ എന്തുണ്ട് ഒരു പ്ലസ് ബി ഉണ്ട് ആഡ് ആണ് ചെയ്യുന്നത് പ്ലസ് ബി ഉണ്ട് ഇവിടെ എന്തുണ്ട് ഒരു പ്ലസ് സി ഉണ്ട് അപ്പം എല്ലിന്റെ കേസ് കഴിഞ്ഞു മൈനസ് എ എടുത്ത് എഴുതി പ്ലസ് ബി പ്ലസ് സി എല്ലാം ആഡ് ചെയ്തു പവറിൽ ആഡ് ചെയ്തു അടുത്ത ടിയുടെ പവർ എത്ര മൈനസ് എ ഇവിടെ എത്രയാണ് മൈനസ് സി യഥാർത്ഥത്തിൽ പ്ലസ് ആണ് ചെയ്യേണ്ടത് മൈനസ് എ പ്ലസ് എന്താണ് മൈനസ് സി ആണ് മൈനസ് എ ഈ പ്ലസിന്റെ മൈനസ് എന്താവും മൈനസ് ആണ് കേട്ടോ ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് രണ്ട് സൈഡിലെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുക അപ്പൊ അടുത്ത് എന്താ ചെയ്യുന്നത് ഇക്വേറ്റിംഗ് the powers on both side രണ്ട് സൈഡിലെ പവർ എന്ത് ചെയ്യാ ഇക്വേറ്റ് ചെയ്യാം അത് ഈക്വൽ ടു എന്നാ കൊടുത്തിട്ടുള്ളൂ അവിടെ ഇക്വേറ്റ് ചെയ്യുന്നു ഇവിടെ നോക്കാം എമ്മിന്റെ പവർ എത്ര ഇവിടെ എം 1 ആണ് കേട്ടാ 1 ആയിരുന്നാ കൊടുക്കാത്തത് ഇവിടെ എല്ലിന്റെ പവർ എത്ര 1 ഓക്കെ എമ്മിന്റെ പവർ 1 അല്ലേ ഇവിടെ എമ്മിന്റെ പവർ എത്ര എ ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണുള്ളത് 1 എയുടെ വാല്യൂ കിട്ടിയേ അടുത്ത് എല്ലിന്റെ പവർ എത്രയാണ് മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ഇവിടെ എല്ലിന്റെ പവർ എത്ര 1 അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയായി 1 ആയി അടുത്ത് ടിയുടെ പവർ എത്ര മൈനസ് എ മൈനസ് സി ഇവിടെ ടിയുടെ പവർ എത്ര -2 ഇവിടെ നീ എയുടെ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുകയാണ് മൈനസ് എയുടെ സ്ഥാനത്ത് എത്ര 1 മൈനസ് ഈക്വൽ ടു -2 മൈനസ് ഈക്വൽ ടു -2 ഈ -1 അപ്പുറത്തും എന്തായി +1 ആയി മൈനസ് ഈക്വൽ ടു -2 +1 എന്ന് എന്താണ് -1 ആണ് ഈ മൈനസ് ക്യാൻസൽ സി ഈക്വൽ ടു 1 സിയുടെ വാല്യൂ കിട്ടി എടുത്ത് ഇവിടെ കൊടുക്കാം നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ പവർ എയുടെയും ബിയുടെയും സിയുടെ വാല്യൂ കാണാൻ വേണ്ടിയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് ഇവിടെ എന്താ മൈനസ് എയുടെ സ്ഥാനത്ത് 1 കൊടുത്തു പ്ലസ് ബി അറിയില്ല പ്ലസ് സി എത്രയാണ് 1 ആണ് ഈക്വൽ ടു 1 എന്താണ് -1 +1 എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് പോയില്ലേ അപ്പൊ ഇത് കട്ടായി പോയി 0 ആയിട്ട് പോയി ബാക്കി എന്താണ് ബി ഈക്വൽ ടു 1 അപ്പൊ ഇക്വേറ്റ് ചെയ്ത് എയുടെ വാല്യൂ കാണുക ബിയുടെ വാല്യൂ കാണുക സിയുടെ വാല്യൂ കാണുക എടുത്ത് എവിടെ കൊടുക്കണം ഇക്വേഷൻ 1 കൊടുക്കാം എവിടെ കൊടുക്കുക ഇക്വേഷൻ 1 അപ്പം ഇക്വേഷൻ 1 ബിക്കംസ് എന്താ ഇക്വേഷൻ 1 എഫ് ഈസ് ഈക്വൽ ടു ഈ കെ മിക്കവാറും ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ കെയുടെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ കെ എന്ന് കൊടുത്താൽ മതി തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ കൊടുക്കാം അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ പറയുന്നു 6π എന്ന് പറയുന്നു അപ്പൊ കെയുടെ വാല്യൂ എന്ത് എഴുതി 6π എന്ന് എഴുതി ബാക്കി എന്താണ് ഈറ്റ റൈസ് ടു എ അല്ലേ ഈറ്റ റൈസ് ടു എയുടെ വാല്യൂ എത്ര 1 അപ്പൊ ഇവിടെ എത്രയാണ് 1 ആയതുകൊണ്ട് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല അടുത്ത ആർ റൈസ് ടു ബിയുടെ വാല്യൂ എന്തിനാണ് 1 ആണ് അടുത്ത എന്താണ് വി റൈസ് ടു 1 ഫൈനൽ ഇക്വേഷൻ ആയി എഫ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ ആർ വി ഇതിന്റെ പേര് പറയും നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റോക്സ് ഫോർമുല അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഡിറൈവ് സ്റ്റോക്സ് ഫോർമുല യൂസിങ് ഡയമെൻഷൻ ചോദിക്കാം അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിരിക്കില്ല ഈ സ്റ്റെപ്പ് നമ്മൾ പഠിക്കണം ഈ സ്റ്റെപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്റ്റോക്സ് ഫോർമുലയുടെ ഈ സ്റ്റെപ്പ് കാണാൻ അറിഞ്ഞിരിക്കണം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈറ്റ ആർ വി എന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഡിറൈവ് സ്റ്റോക്സ് ഫോർമുല യൂസിങ് ഡയമെൻഷൻ എന്ന് ചോദിക്കാം അടുത്ത ഒരു എക്സാമ്പിൾ ചെയ്യാം ക്വസ്റ്റ്യൻ എക്സാം ക്വസ്റ്റ്യൻ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് വെലോസിറ്റി റേഡിയസ് അങ്ങനെയാണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണുക ഇക്വേഷൻ കാണുക യൂസിങ് ഡയമെൻഷൻ അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലേ അതുകൊണ്ട് എഫ് എന്ന് കൊടുക്കുക എഫ് ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ കൊടുക്കുക ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു മാസ് വെലോസിറ്റി റേഡിയസ് ആണല്ലോ മാസ് എം എന്ന് കൊടുത്തു വെലോസിറ്റി വി റേഡിയസ് എന്താണ് ആർ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇക്വേഷൻ ആക്കിയ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ കൊടുത്തു എം വി ആർ ഇങ്ങനെ ചുമ്മാ കൊടുത്താൽ പോരാ പവർ കൊടുക്കണം ഇവിടെ എന്താണ് എ ഇവിടെ ബി ഇവിടെ സി ഇക്വേഷൻ 1 അടുത്ത് എന്താ ചെയ്യേണ്ടത് രണ്ട് സൈഡും ഡയമെൻഷൻ എടുക്കണം ഞാൻ അത് സെന്റൻസ് ചെയ്തില്ല ഡയമെൻഷൻ എടുത്ത് പോകുന്നു രണ്ട് സൈഡ് എന്തെടുക്കുക ഡയമെൻഷൻ എടുക്കുക ഫോഴ്സ് അല്ലേ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -2 കെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല അടുത്ത് എം മാസ് ഡയമെൻഷൻ എന്താണ് എം തന്നെ പവർ എ ഉണ്ട് അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുത്തു പവർ എ കൊടുത്തു വി വെലോസിറ്റി ഡയമെൻഷൻ എന്താ
എൽ ടി റൈസ് ടു മൈനസ് 1 ബിയുടെ ഡയമെൻഷൻ എടുത്ത് എഴുതി. അതിനെന്തുണ്ട്? പവർ ഉണ്ട് ബി. ആർ റേഡിയസ് ആണ്, ഡയമെൻഷൻ എന്താണ്? എൽ, പവർ ഉണ്ട് സി. നമ്മൾ ആ ബ്രാക്കറ്റ് മാറ്റുന്നു. എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇവിടെ എന്താണ്? എം റൈസ് ടു എ, പവർ മാറ്റിയ ഇവിടെ 1 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? എല് 1 ഇൻറ്റു ബി എന്താണ്? ബി ഇവിടെ ടി മൈനസ് 1 ഇൻറ്റു ബി മൈനസ് ബി ഇവിടെ എന്താണ്? സി. ഇവിടെ എന്ത് കിട്ടും? എം എൽ ടി റൈസ് ടു മൈനസ് 2 ഒരു എം എ ഉള്ളൂ, അതുകൊണ്ട് എം റൈസ് ടു എന്താണ്? എ. എല് ഇവിടെ എന്തുണ്ട്? ബി ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് സി, പവറിൽ ആഡ് ചെയ്യുക. അടുത്ത ഒരു ടി ഉള്ളൂ, ടി റൈസ് ടു മൈനസ് ബി. അടുത്ത് എന്താ ചെയ്യേണ്ടത്? രണ്ട് സെല്ലിലെ പവറുകൾ ഇക്വേറ്റ് ചെയ്യണം ആണല്ലോ. ഇവിടെ എമ്മിന്റെ പവർ നോക്കി, എ ആണ്. ഇവിടെ എമ്മിന്റെ പവർ എത്ര? 1 ആണ്ടാ കൊടുക്കാത്തത്? 1. അടുത്ത് ഇവിടെ എല്ലിന്റെ പവർ എത്രയാണ്? ബി പ്ലസ് സി ആണ്. ഇവിടെ എല്ലിന്റെ പവർ എത്ര? 1. അടുത്ത് ഇവിടെ ടിയുടെ പവർ എത്രയാണ്? മൈനസ് ബി. ഇവിടെ ടി പവർ എത്രയാണ്? മൈനസ് 2. മൈനസ് ബിയുടെ വാല്യൂ എത്ര? മൈനസ് 2. ഈ മൈനസ് മൈനസ് കട്ട് ചെയ്തു, ബിയുടെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഈ ബിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക, അപ്പൊ എന്ത് കിട്ടി? 2 പ്ലസ് സി ഈക്വൽ ടു 1. ബിയുടെ സ്ഥാനത്ത് 2 കൊടുത്തു, പ്ലസ് സി ഈക്വൽ ടു 1. സി അല്ലേ കാണേണ്ടത്? 1. ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് 2, സി ഈക്വൽ ടു മൈനസ്. അപ്പൊ എയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി? എഫ് ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറയുന്നു 1 ആണ്, ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ കെ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ബ്രാക്കറ്റിൽ പറയുന്നു 1 എന്ന് പറയുന്നു, അതുകൊണ്ട് 1. കെയുടെ സ്ഥാനത്ത് 1. ഓക്കെ, 1 എന്ന് കൊടുത്താൽ അടുത്തെന്താണ്? എം റൈസ് ടു എ അല്ലേ? എ എത്രയാണ്? 1. അടുത്തെന്താണ്? വി റൈസ് ടു ബി അല്ലേ? ബിയുടെ വാല്യൂ എത്രയാണ്? 2. അടുത്ത ആർ റൈസ് ടു എത്രയാണ്? സി അല്ലേ? സിയുടെ വാല്യൂ എത്ര? മൈനസ് 1. ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എം റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എം വി സ്ക്വയർ. എന്താ ഈ ആർ റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞ? അതായത് 1/r-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർ റൈസ് ടു മൈനസ് 1 എന്ന് പറയും. ഇവിടെ 1/r റൈസ് ടു 1. ഈ ആർ റൈസ് ടു 1 മോളിൽ പോകുമ്പോൾ എന്താവും? താഴെ മോളിൽ പോയാൽ പവർ ഓപ്പോസിറ്റ് ആവും, പവറിന്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. ഇവിടെ പ്ലസ് 1 അല്ലേ? മോളിൽ പോകുമ്പോൾ എന്താ മാറും? മൈനസ് 1 ആയി മാറും. അപ്പൊ ആർ റൈസ് ടു മൈനസ് 1 മീനിങ് എന്താ? ആർ എവിടെ എഴുതുക? ഡിനോമിനേറ്ററിൽ എഴുതുക, താഴെ എഴുതുക എന്നാണ്. അപ്പൊ ഡിവൈഡ് എന്താണ്? ആർ 1/r. ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സുകളുടെ ഫോർമുല. ഡിറൈവ് ചെയ്തു യൂസ് ചെയ്യുന്നതാണ് ഡയമെൻഷൻ. എക്സാമ്പിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശരി, ലാസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അത് ക്ലിയർ ആയിരിക്കും. ഇത് എക്സാമ്പിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് അവിടെ ചോദിച്ചത് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ രണ്ടുപേരെ പറയുന്നത്. ഒന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, രണ്ടാമത്തത് ഡെൻസിറ്റി. അപ്പൊ നോക്കാം. വെലോസിറ്റി അപ്പൊ വി എന്ന് കൊടുത്തു, ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ പറയുന്നു വി എന്ന് പറയുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ അപ്പൊ എന്ത് കൊടുത്തു? പ്രൊപ്പോർഷണൽ. ആദ്യത്തെ ആര് പറഞ്ഞു? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ ഇ എന്നാ കൊടുത്തിട്ടുള്ളത്, അവിടെ ഞാൻ ഇ എന്ന് കൊടുത്തു. അടുത്തെന്താ പറയുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി, ബ്രാക്കറ്റിൽ പറയുന്നു റോ. അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രൊപ്പോർഷൻ മാറ്റി ഈക്വൽ ടു ആക്കി, ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, പിന്നെന്താണ്? ഇ, പിന്നെന്താണ്? റോ. പിന്നെ ഇവിടെ എന്ത് കൊടുക്കുക? പവർ കൊടുക്കുക. രണ്ടുപേരും ഉള്ളു, അവിടെ എയും ബിയും കൊടുത്താൽ മതി. ഇക്വേഷൻ 1. ഇനി എന്താ എടുക്കേണ്ടത്? ഡയമെൻഷൻ എടുക്കണം. അപ്പൊ ഈ സൈഡ് വെലോസിറ്റി അല്ലേ? ഡയമെൻഷൻ അറിയാം, എൽ ടി റൈസ് ടു മൈനസ് 1. നമ്മള് ഇത് പഠിക്കുമ്പോൾ ഒരുപാട് ഓർത്തിരിക്കുക, ഇവിടെ എം ഇല്ല, എമ്മിന് പവർ ഇല്ലെന്നല്ല, എം എ ഇല്ല. അതിന്റെ മീനിങ് എന്താ? എമ്മിന്റെ പവർ എത്ര എന്നാണ്? 0 ആണ്. എം മാത്രം എഴുതിയാൽ പവർ 1 ആണ്. എം എ എഴുതിയിട്ടില്ലെങ്കിൽ എന്റെ മീനിങ് എന്താ? എമ്മിന്റെ പവർ എത്രയാണ്? 0 എന്നാണ്. ഞാൻ അതോടെ കൊടുക്കുകയാണെ. ഈക്വൽ ടു കെക്ക് ഡയമെൻഷൻ ഇല്ല. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മള് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ് പഠിക്കും? സ്ട്രെസ്സിന് ഈക്വൽ ആണ് പഠിക്കും, സ്ട്രെസ്സിന് സെയിം ആണ് പഠിക്കും. അപ്പൊ എന്താ ഡയമെൻഷൻ വരുന്നത്? എം എൽ റൈസ് ടു മൈനസ് 1 ടി റൈസ് ടു മൈനസ് 2. എം എൽ റൈസ് ടു മൈനസ് 1 ടി റൈസ് ടു മൈനസ് 2. കേട്ടാ, അത് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനില്. ദ ഹോൾ റൈസ് ടു എന്തുണ്ട്? എ. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എടുത്ത് എഴുതി ഹോൾ റൈസ് ടു എന്ത് കൊടുത്തു? എ കൊടുത്തു.
ഡെൻസിറ്റി അത് നമ്മൾ പഠിക്കുന്ന ഡയമെൻഷനാണ്. ഡെൻസിറ്റി എന്താണ് ഡയമെൻഷൻ? എം എൽ റൈസ് ടു മൈനസ് 3. ഡെൻസിറ്റിക്ക് എന്തുണ്ട്? പവർ ഉണ്ട്, ബി എന്ന് കൊടുത്തു. ഒന്ന് അടുക്കുകയാണ്. ഇവിടെ എന്താ ഉള്ളത്? എം റൈസ് ടു 0 എൽ ടി റൈസ് ടു മൈനസ് 1 ഈക്വൽ ടു ഇവിടെ എന്താ? ഇവിടെ 1 അല്ലേ? അപ്പൊ എന്താ? എം റൈസ് ടു 1 ഇൻറ്റു എ എന്ത് കിട്ടും? എ. അടുത്ത് എൽ മൈനസ് 1 ഇൻറ്റു എ മൈനസ് എ. അടുത്ത ടി മൈനസ് 2 ഇൻറ്റു എ മൈനസ് 2a. ഇവിടെ 1 അല്ലേ? അപ്പൊ എന്താ? എം ഇൻറ്റു 1 ഇൻറ്റു ബി എന്താ? ബി. അടുത്ത് ഇവിടെ എൽ ഇൻറ്റു മൈനസ് 3 ഇൻറ്റു ബി എന്താണ്? മൈനസ് 3b. നമ്മള് അതുകൊണ്ട് എഴുതി എം റൈസ് ടു 0 എൽ ടി റൈസ് ടു മൈനസ് 1 ഈക്വൽ ടു ഇവിടെ എന്താണ്? അടുക്കുന്നു എം. എം 2m ഇല്ലേ? ഇവിടെ എന്താ ഉള്ളത്? എ. ഇവിടെ എന്ത് ബി ആണ്? പ്ലസ് ബി. അടുത്ത് ഇവിടെ എൽ എടുത്ത് എഴുതി. ഇവിടെ എന്താ ഉള്ളത്? മൈനസ് എ. ഇവിടെ എന്താ ഉള്ളത്? മൈനസ് 3b. അതുപോലെ എടുത്ത് കൊടുക്കുക. അടുത്ത ഒരു ടി ഉള്ളൂ. ടി റൈസ് ടു മൈനസ് എന്താണ്? 2a. ആൻസർ ഇക്വേറ്റ് ചെയ്യുക, പവറുകൾ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എമ്മിന്റെ പവർ നോക്കി എന്താണ്? എ പ്ലസ് ബി. എ പ്ലസ് ബി ആണ് എ പ്ലസ് ബി. ഇവിടെ എമ്മിന്റെ പവർ 0. അപ്പൊ എ പ്ലസ് ബിയുടെ വാല്യൂ 0. ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഇരിക്കട്ടെ. അടുത്ത് ഇവിടെ എല്ലിന്റെ പവർ നോക്കി എന്താണ്? മൈനസ് എ മൈനസ് 3b ഈക്വൽ ടു എത്ര? 1. ഇവിടെ പവർ 1 അല്ലേ? 1. അവിടെ നിൽക്കട്ടെ. ലാസ്റ്റ് 1 ഇവിടെ എന്ത് എഴുതി? മൈനസ് 2a ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടി? ടിയുടെ പവർ മൈനസ് 2a. ഇവിടെ ടിയുടെ പവർ എത്ര? മൈനസ് 1. അപ്പൊ എന്റെ അടുത്ത് ഞാൻ മൈനസ് കട്ട് ചെയ്തേ. ബാക്കി എന്താണ്? 2a ഈക്വൽ ടു 1. എ കാണണം. ഇവിടെ ഇൻറ്റു അല്ലേ? അപ്പുറത്ത് ഡിവൈഡ് ബൈ 1/2. അപ്പൊ എയുടെ വാല്യൂ എത്ര നീട്ടി? 1/2 നീട്ടി. അപ്പൊ എടുത്ത് ഇവിടെ കൊടുക്കുക കേട്ടാ. ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് എയുടെയും ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എളുപ്പം കാണാൻ എന്താ എളുപ്പം? ഈക്വേഷനിലെ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കുന്നേക്കാൾ നല്ലത് ഇവിടെ കൊടുക്കുക. അപ്പൊ എന്താ? എയുടെ സ്ഥാനത്ത് നിന്ന് കൊടുക്കുക 1/2 പ്ലസ് ബി ഈക്വൽ ടു 0. ബി ഈക്വൽ ടു ഈ 1/2 അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എന്താണ്? മൈനസ് 1/2. എയുടെയും ബിയുടെ വാല്യൂ കിട്ടിയേ. അതുകൊണ്ട് ഈ ഇക്വേഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഇക്വേഷൻ 1 ബിക്കംസ് എന്താണ്? വി ഈക്വൽ ടു കെയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറയുന്നു 1 എന്ന് പറയുന്നു. അതുകൊണ്ട് കെയുടെ വാല്യൂ എത്ര? 1. കെയുടെ വാല്യൂ 1. ഇ റൈസ് ടു എ. ഇ റൈസ് ടു 1 ഇൻറ്റു ഇ റൈസ് ടു എ അല്ലേ? എയുടെ വാല്യൂ എത്ര? 1/2. അടുത്തതാണ് റോ റൈസ് ടു ബി. ബിയുടെ വാല്യൂ എത്ര? മൈനസ് 1/2. കേട്ടോ, അത് ഇക്വേഷൻ പോലെ തന്നെ. അപ്പൊ ഇതെങ്ങനെയാ ഇക്വേഷൻ പറയുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. റൂട്ട് എക്സിനെയാണ് എന്ത് പറയുന്നത്? എക്സ് റൈസ് ടു 1/2. സ്ക്വയർ റൂട്ടിനെയാണ് റൈസ് ടു 1/2 കൊടുക്കുന്നത്. ക്യൂബ് റൂട്ട് ആണെങ്കിൽ റൈസ് ടു എന്ത് കൊടുക്കും? 1/3 കൊടുക്കും. ഫോർത്ത് റൂട്ട് ആണെങ്കിൽ 1/4 കൊടുക്കും. അപ്പം സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പവർ 1/2 എന്ന് പറയുന്നത്. അതുപോലെ 1 സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈസ് ടു മൈനസ് 1/2 എന്ന് പറയുന്നത്. ഇത് രണ്ടും ഓർത്തിരിക്കുക. എക്സ് റൈസ് ടു മൈനസ് 1/2 വന്നാൽ മീനിങ് എന്താ? 1/√x എന്നാണ്. എക്സ് റൈസ് ടു 1/2 എന്ന മീനിങ് എന്താ? √x എന്നാണ്. അപ്പൊ അങ്ങനെ എന്ത് കിട്ടും? v is equal to 1 എഴുതണ്ടല്ലോ, കളയുക. ഇവിടെ എന്താ? e റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √e ഇൻറ്റു ഇവിടെ എന്താണ്? റോ റൈസ് ടു മൈനസ് 1/2. അത് മീനിങ് എന്താ? 1 എന്താണ്? √ρ. ഒറ്റ ഇക്വേഷൻ എഴുതുക. രണ്ടു പേർക്ക് റൂട്ടില്ലേ? അപ്പൊ കോമൺ റൂട്ട് കൊടുക്കാം. കോമൺ റൂട്ട് കൊടുത്തു. മുകളിൽ എന്താണത്? ഇ. താഴെ എന്താ വരുന്നത്? റോ. നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ കിട്ടിയത്? v is equal to √e/ρ. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്, വേവിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഇത്ര എക്സാം ചോയ്സ് ആണ്. വർക്ക്ഔട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ, എളുപ്പമാണ്.